അപ്പോൾ ഗൈസ്, ജോർജിയ പഠിക്കാൻ വരുന്നവർ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉള്ള ഒരു ബെസ്റ്റ് വീഡിയോ ആണിത്. ഇത് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് കൊണ്ടുവരേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ നോക്കുന്നത്. ഡോക്യുമെൻറ്റ്സ് ആയാലും ഐറ്റംസ് ആയാലും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജോർജിയ പഠിക്കാൻ വരുന്നതിന് മുന്നേ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളാണ് നിങ്ങളെ കയ്യിൽ കരുതേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പല സ്റ്റുഡൻസും അഡ്മിഷൻ എടുത്തും വിസ കിട്ടിയ ശേഷം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും പലരും. പക്ഷേ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, ഏതൊക്കെ കാര്യമാണ് കയ്യിൽ കരുതേണ്ടത് ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ജോർജിയ വരുന്നവരാണെങ്കിൽ നിർബന്ധമായി ഈ വീഡിയോ നിങ്ങൾ കാണണം. എന്നിട്ട് കയ്യിൽ ഇതൊക്കെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. പലർക്കും അത് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് കൂടെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണമായിട്ട് തോന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇവിടെ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിത് ഫുള്ളായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ മെയിനായിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് കാര്യങ്ങൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ചെയ്യേണ്ടത്. അപ്പം ഞാനിത് മെയിനായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഫസ്റ്റ് നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് വെച്ചിരിക്കേണ്ട കാര്യം, ഫസ്റ്റ് എടുത്ത് വെക്കേണ്ട കാര്യമാണ്, പാക്കിംഗ് ഒക്കെ മുന്നേ ഒരു ബാഗിൽ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് പാസ്പോർട്ട്. പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ മറക്കേ ചെയ്യരുത്. അതാരും ചെയ്യൂല, പക്ഷെ എന്നാലും വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് തന്നെ പാസ്പോർട്ടാണ് എല്ലാത്തിൻ്റെയും പ്രധാന കാര്യം. പാസ്പോർട്ടാണ്. പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഇതിലും കയറ്റൂല. പിന്നെ അത് നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. മിനിമം 6 മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടാണോ അല്ലയോ. നിങ്ങൾ അതില്ലെങ്കിലും നിങ്ങളൊന്ന് നല്ലതൊന്ന് പുതുക്കി എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ പാസ്പോർട്ട് സ്കാൻ കോപ്പി ഫോണിലോ ക്ലൗഡിലോ സേവ് ചെയ്തിടുക. അല്ലെങ്കിൽ ഒരു കോപ്പി കയ്യിൽ വെച്ചിരിക്കുക. ബിക്കോസ് ഫോണിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും ഇതിൽ. പിന്നെ 2-3 ഫോട്ടോ കോപ്പി എടുത്തു വയ്ക്കുക. അത്രേ ഉള്ളൂ. പാസ്പോർട്ടിൽ മെയിനായിട്ട് ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വിസ ഡോക്യുമെൻറ്റ്സ് ആണ്. വിസ ഡോക്യുമെൻറ്റ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഗുണമായിരിക്കും. വിസ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ വിസയുടെ കോപ്പി നിങ്ങളൊന്ന് എടുത്ത് വയ്ക്കുക. മാക്സിമം നിങ്ങൾ വിസയുടെ കോപ്പി കഴിവതും എടുത്ത് വയ്ക്കുക. പിന്നെ വിസയുടെ അപ്രൂവൽ ലെറ്റർ ഉണ്ടെങ്കിൽ, അതുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കുക. പിന്നെ റിട്ടേൺ ടിക്കറ്റും ട്രാവൽ ഡീറ്റെയിൽസ് എടുത്തു വയ്ക്കുക. റിട്ടേൺ ടിക്കറ്റ് ഇവിടെ എന്നാണ് വരുന്നതെങ്കിൽ, ഇപ്പം അങ്ങനത്തെ ട്രിപ്പൊക്കെയാണ് നിങ്ങൾ ഇതാക്കണമെങ്കിൽ അങ്ങനെ ഇതാക്കാം. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് വേണം കേട്ടോ. അതിപ്പോൾ ഇല്ലാതെ ഇവിടെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ എല്ലാത്തിൻ്റെയും പ്രിൻറ്റും സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് വിസ ഡോക്യുമെൻറ്റിൽ മെയിൻ. ഓക്കെ, അപ്പോൾ അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഡോക്യുമെൻറ്റ്സ്. ഇതാണ് പലർക്കും മിസ്സായി പോകണം. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ആദ്യം സ്റ്റുഡൻസിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്ന, ഇമിഗ്രേഷനിൽ ചോദിക്കുന്നതാണ് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ. നിങ്ങൾ എന്തിനു വന്ന് കാര്യങ്ങളെല്ലാം അങ്ങനെ ചോദിക്കും. പിന്നെ അഡ്മിഷൻ ലെറ്ററാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. പിന്നെ ഓഫർ ലെറ്റർ ചോദിക്കും. ഇതെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് തന്നെ കിട്ടും. പിന്നെ എന്തെങ്കിലും ഫീ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് ചോദിക്കും. എൻറോൾമെൻറ്റ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ കരുതുക. ഇതൊക്കെ എല്ലാം എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് സേഫ് ആയിരിക്കും. വേറെ ഒന്നും അവർ ചോദിക്കൂല. പിന്നെ സ്റ്റുഡൻറ്റ് ID ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് അഡ്മിഷൻ ലെറ്റർ. അത് കാണിച്ചു കൊടുത്താലും മതി. അപ്പോൾ അവർ കയറ്റി വിട്ടോളും. അപ്പോൾ ഇതാണ് മെയിൻ യൂണിവേഴ്സിറ്റി ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾ എടുക്കേണ്ടത്. പിന്നെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കരുതണോ എന്ന് പലർക്കും ഡൗട്ട് കാണും. അതിൽ നിങ്ങൾ മെയിനായിട്ട് എടുത്തു വയ്ക്കേണ്ട ഇതാണ് 4ാമത്തെ പോയിന്റ്. ഇത് ഒറിജിനലും കോപ്പിയും മസ്റ്റായിട്ട് നിങ്ങൾ കരുതുക. പല യൂണിവേഴ്സിറ്റിയിലേക്കും നമുക്ക് കൊടുക്കണം, ഒറിജിനൽ കൊടുക്കേണ്ടി വരും. അതിനെ ലാസ്റ്റ് പറയാം കേട്ടോ. അതിനായി ഇപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് അതിനുമായിട്ട് ലിങ്ക് ഉള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ 10th സർട്ടിഫിക്കറ്റ് ആയാലും 12th സർട്ടിഫിക്കറ്റ് ആയാലും
ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും, എന്നിട്ട് അത് ലാസ്റ്റ് വാങ്ങണം. പിന്നെ ഇടയ്ക്ക് വാർ വന്നു കഴിഞ്ഞ് എനിക്ക് ഇഷ്യൂ ആയിരുന്നു, ഞാൻ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വന്നു. ബിക്കോസ് ഞാൻ വാർ കാരണം പെട്ടുപോയി ഉക്രൈനിൽ. അത് കാരണം എൻ്റെ എല്ലാം അവിടെ തന്നെ പോയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും ഒരു കോപ്പി എടുത്ത് വെക്കാൻ വേണ്ടിയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 10th സർട്ടിഫിക്കറ്റ് വേണം, 12th സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കോപ്പിയെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. ഒറിജിനൽ ഇരുന്നാലും കുഴപ്പമില്ല, നിങ്ങളെ കയ്യിൽ തന്നെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് സൂക്ഷിച്ചു അത് വെച്ചോ. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഏതെങ്കിലും വേറെ വല്ല PG സ്റ്റുഡൻസിനൊക്കെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അതും വയ്ക്കണം. പിന്നെ മാർക്ക് ലിസ്റ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ ആണ് ചെയ്തു വരുന്നതെങ്കിൽ, പിന്നെ മൈഗ്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വയ്ക്കാം. പിന്നെ 5ാമത്തേന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വയ്ക്കുക, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ വന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കുറേ കാലമൊക്കെ നിന്ന് എക്സ്പീരിയൻസ് വന്നാൽ മാത്രമേ നിങ്ങളായാലും ഓരോ കടകളിലെ ഫോട്ടോ കണ്ടുപിടിച്ച് അതിപ്പോൾ അതിൻ്റേതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക. കാരണം പാസ്പോർട്ട് ഞാനെന്നൊക്കെ പറഞ്ഞാൽ 15 ദിവസത്തിൽ 20 ഫോട്ടോസാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്നാലും എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നാലും ഇതെടുത്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഏതാണ് കംഫർട്ടബിൾ അത് നിങ്ങൾ നോക്കുകയോ. ഇതിൽ 15 മുതൽ 20 പാസ്പോർട്ട് ഫോട്ടോ കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് പല ആവശ്യങ്ങൾക്കും അത് വേണ്ടി വരും. പിന്നെ TRC കൊടുക്കാനാണെങ്കിലോ അവിടെ പോയിട്ട് അത് കൊടുക്കാനാണെങ്കിലോ നിങ്ങൾക്ക് ഇവിടുത്തെ കാർഡിന് അപേക്ഷിക്കാനാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് കയ്യിൽ കരുതുക. പിന്നെയെന്ന് പറയണത് ഫൈനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. അത് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കായി കരുതുക, മനസ്സിലായ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക, സ്പോൺസർ ആരാണ്, പിന്നെ ഫീൻ്റെ പേയ്മെൻറ്റ്, പിന്നെ നിങ്ങളിൽ ഫോറസ്റ്റ് കാർഡോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കരുതുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പല ഇതിലും ഫോറസ്റ്റ് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വിഡ്രോ ആക്കുമ്പോൾ പൈസ കൂടുതൽ വലിക്കും. അപ്പം അതിനു വേണ്ടി അത് കുറച്ച് ലാഭമാക്കാൻ വേണ്ടി ഇൻ്റർനാഷണൽ കാർഡാണ് ഫോറസ്റ്റ് കാർഡ്. അപ്പോൾ അത് നിങ്ങളൊന്ന് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു കൊടുക്കണം. ചിലപ്പോൾ ചോദിച്ചാൽ ഇമിഗ്രേഷനിൽ അത് മിക്കവാറും ചോദിക്കൂല, എന്നാലും പറഞ്ഞത്. പിന്നെ കരുതേണ്ടതാണ് ക്യാഷ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കാർഡ്. അതാണ് 7ാമത്തത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. ഇവിടെ എത്തിയ ഉടനെ തന്നെ കാർഡ് എല്ലായിടത്തും വർക്ക് ചെയ്യും എന്നില്ല, മനസ്സിലായോ? അപ്പം ഇവിടെ പല സ്ഥലങ്ങൾ, ഇപ്പോൾ ലോക്കലായാലും മാർക്കറ്റായാലും ഇവിടെ പല സ്ഥലങ്ങൾക്കും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പല കടകളിൽ ഇവിടെ പോകും. അപ്പം മാർക്കറ്റിൽ പോയാൽ അവരിൽ ക്യാഷ് എടുക്കാൻ കാണുള്ളൂ, അവർ കാർഡ് അക്സെപ്റ്റ് ആക്കൂല. പിന്നെ അല്ലാത്ത വലിയ വലിയ കടകളിലൊക്കെ പോകുമ്പോൾ എല്ലാം കാർഡാണ്. അല്ലെങ്കിൽ വെളിയിൽ ഏതെങ്കിലും കട പോയാലും കാർഡാണ്. പക്ഷേ ഈ ചെറിയ ചെറിയ കടകളിൽ ഇങ്ങനത്തെ ഇവിടെ ലോക്കൽ ഫുഡ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾക്ക് ഇല്ല. പിന്നെ വെളിയിൽ വന്നാലും പെട്ടെന്ന് ഒരു ക്യാഷ് നിങ്ങൾ എപ്പോഴും കയ്യിൽ ഇതാക്കി വെച്ചിരിക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിക്കോ. പിന്നെ കുറച്ച് USD അല്ലെങ്കിൽ യൂറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാറ്റാനും കാര്യങ്ങളൊക്കെ വെച്ചോ. പിന്നെ INR, പിന്നെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഡെബിറ്റാണ്. ക്രെഡിറ്റ് ഉള്ളവർക്ക് ക്രെഡിറ്റും കൊണ്ടുവരാം, പക്ഷെ എനിക്കില്ല, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. അതൊക്കെ നിങ്ങളെ ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ്. പിന്നെ 8ാമത് മൊബൈലും സിമ്മും, ഒരു ചാർജർ, പവർ ബാങ്ക്, ഇതെല്ലാം നിങ്ങൾ കയ്യിൽ വയ്ക്കുക. പിന്നെ ഇയർഫോണ്, പിന്നെ എക്സ്ട്രാ ചാർജിങ് കേബിൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ. പിന്നെ ഒരു 3 പിൻ ഇവിടെ മെയിനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഇത് ആരും പറയാറില്ല. ഏത് വീഡിയോ എടുത്താലും ഞാനത് പറയുക, നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 2 3 പിൻ ഇവിടെ വന്ന് വാങ്ങണേം കാട്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അത് കരുതി കൊണ്ടുവന്നാൽ അത്രയും നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 9ാമത്തത് യൂണിവേഴ്സൽ അഡാപ്റ്റർ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലഗ് ടൈപ്പ് നല്ല വ്യത്യാസമാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക് നിങ്ങൾ, ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ പ്ലഗ്. അപ്പം ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഇവിടെ അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ 3 പിൻ വെച്ചതിന് ശേഷമേ നമുക്ക് വെക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ട്രാവൽ അഡാപ്റ്റർ നല്ല യൂസ്ഫുൾ ആയിരിക്കും കൈ കരുതിയ. പിന്നെ എന്ന് പറയുന്നത് മെയിനായിട്ട് കരുതേണ്ട മെഡിസിൻസ് ആണ്. മെഡിസിൻസ് നിങ്ങൾ മസ്റ്റായിട്ട് എടുത്തു വയ്ക്കുക. ഇത് പലരും മറക്കുന്ന കാര്യമാണ്. ഫീവറിൻ്റെ മെഡിസിൻ, കോൾഡിൻ്റെ മെഡിസിൻ. ഞാനൊക്കെ മെയിനായിട്ടുള്ള വയറുവേദന, ഇപ്പം ഛർദിൽ വന്നാലുള്ളത്, പിന്നെ നമുക്ക് എങ്ങനെ പറയാം, ലൂസ് മോഷൻ്റെ കാര്യം, പിന്നെ അല്ലാത്ത പനി,
വയറുവേദന അങ്ങനത്തെയൊക്കെ മെയിൻ, പിന്നെ സിപ്ല, മൂക്കൊലിപ്പ്, പിന്നെ അങ്ങനത്തെയൊക്കെ കുറച്ച് മരുന്നുകൾ മെയിനൊക്കെ എന്താണ് അതൊക്കെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുക. പിന്നെ മുറിവുണ്ടെങ്കിലോ ബാൻഡേജ് ഒക്കെ മെയിനാണ്, അതൊക്കെ മറക്കാതെ വയ്ക്കുക. ഇതൊക്കെയാണ് ഞാൻ മെയിൻ. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ഒരു കാര്യം കയ്യിൽ കരുതുക, എന്ത് മരുന്ന് കൊണ്ടുവന്നാലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ മെയിനായിട്ടും എടുത്തു വയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് ചുമ്മാ പറഞ്ഞാലും മതി, മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പറഞ്ഞാൽ മതി ഇതേപോലെ വെളിയിൽ പോകാനാണ്, അപ്പോൾ ആ ഒരു പേര്, എൻ്റെ ഡോക്ടറിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ബില്ലൊന്ന് തരാമോ എന്ന് പറഞ്ഞാലും അവർ തരും, നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കണം. പിന്നെ എന്തെങ്കിലും അലർജിയുടെ മെഡിസിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്തോ, അത് നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഉള്ളത് വിൻ്റർ ക്ലോത്ത് ആണ്, ഇവിടെ മെയിനാണ്. അത് കൊണ്ടുവരാതെ നിങ്ങൾ മറക്കേ ചെയ്യില്ല. ഇവിടെ വരണമെങ്കിൽ, ജോർജിയ വരണമെങ്കിൽ അത് മറക്കല്ലേ. നമ്മൾ ഒക്ടോബർ ലാസ്റ്റൊക്കെ തൊട്ട് തുടങ്ങും നമ്മൾ വിൻ്റർ. ഇപ്പം നല്ല ചൂടാണ്. അപ്പം അത് തുടങ്ങി നവംബർ തുടങ്ങി, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് മൈനസ് വരെയൊക്കെ പോകും. അതുകൊണ്ട് അതിനു വേണ്ടി ജാക്കറ്റ്, സ്വെറ്റർ, ഗ്ലൗസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ. ആദ്യമൊക്കെ വരണവർക്ക് പാടായിരിക്കും. ഞാൻ ഉക്രൈനിലൊക്കെ നിന്നുകൊണ്ട് ഇവിടെ അത്ര സീനില്ല. ഉക്രൈനിലാണ് കൂടുതൽ തണുപ്പ് ഇവിടെ കമ്പയർ ചെയ്യണമെങ്കിൽ. പക്ഷെ നല്ല തണുപ്പാണ്, മൈനസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ താങ്ങാൻ പറ്റില്ല ആദ്യമായിട്ട് വരണവർക്ക്. പിന്നെ തെർമൽ വെയർ അതൊക്കെ നിങ്ങൾ വയ്ക്കുക, തെർമൽസ്. പിന്നെ വിൻ്റർ ഷൂസ് വേണമെങ്കിൽ മസ്റ്റായിട്ട് വയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുക. നാട്ടിൽ നിന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ അതിനെ ഷെയർ ചെയ്യുന്നത്. പിന്നെ അടുത്ത പോയിന്റ് ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ് ഐറ്റംസിൽ നിങ്ങൾ മെയിനായിട്ട് മെയിനായിട്ട് നല്ല രീതിയിൽ ആദ്യമൊക്കെ കുറേ സഹായിക്കും. 1 മാസം, 1.5 മാസം, 2 മാസം നിങ്ങൾക്ക് കൊതിയൊക്കെ ഇതാക്കാം. അതെപ്പോഴും ഞാൻ ചെയ്യുന്നത് തന്നെ. അതിനുശേഷം പിന്നെയും ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ കിട്ടൂല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നൂഡിൽസ് കൊണ്ടുവരാൻ, സ്നാക്സ്, ടീ പൗഡർ, മസാല ഐറ്റംസ് മസ്റ്റാണ് നിങ്ങൾ എടുക്കണം. കാരണം ഇവിടെ മസാല കിട്ടൂല. നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലോ ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണെങ്കിലോ ആരാണെങ്കിലും ഇവിടെ പറ്റൂല. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചോളണം. പിന്നെ നോക്കണം നിങ്ങൾക്ക് എയർലൈൻസിൽ എങ്ങനെയാണ്, അതനുസരിച്ചുള്ള മസാല ഐറ്റംസ് മാത്രമേ കൊണ്ടുവരാം. ഓക്കെ. പിന്നെ ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ PPT ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് മസ്റ്റായിട്ട് ഒരു ലാപ്ടോപ്പ്, ഒരു നല്ല നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിനുള്ള പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അസൈൻമെൻറ്റ്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പ്രൊജക്റ്റ്, പിന്നെ ഫ്രീലാൻസും കാര്യങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. അത് കാരണം നിങ്ങൾ ലാപ്ടോപ്പ് മസ്റ്റായിട്ട് ഒന്ന് കരുതുക. പിന്നെ അടുത്തത് ഹാർഡ് കോപ്പീസ്, ഡിജിറ്റൽ കോപ്പീസ്. ഇമെയിൽ, ഫോണ്, പെൻഡ്രൈവ് ഇതെല്ലാം നിങ്ങൾ കൊണ്ടുവരണം. എല്ലാ ഡോക്യുമെൻറ്റ്സ് ഇതിലൊക്കെ ആക്കി നിങ്ങൾ സേവ് ആക്കിയിട്ടാൽ നല്ലതായിരിക്കും. ഇമെയിലിൽ ഇവിടെയൊക്കെ സേവ് ആക്കി ഇടുക. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയാലും നിങ്ങൾക്കത് പിന്നെയും അതെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്ത് ഒരു നോട്ടാക്കി വെച്ചത്. ബിക്കോസ് അത് നിങ്ങൾക്ക് നല്ല ഉപയോഗം വരും. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ പെട്ടുപോകും. അങ്ങനത്തെ അതൊക്കെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. നിങ്ങൾ പിന്നെ ഇവിടുത്തെ പോകേണ്ടിയൊക്കെ വരും. അതുകൊണ്ടൊക്കെ നല്ല പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതൊക്കെ നിങ്ങൾ മെയിനായിട്ട് സൂക്ഷിക്കുക. ഓക്കെ. പിന്നെ അതിന് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എമർജൻസി കോണ്ടാക്ട്സ് ഒക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുക. ഫാമിലി നമ്പേഴ്സ് ആണെങ്കിലും, യൂണിവേഴ്സിറ്റി കോണ്ടാക്ട് ആണെങ്കിലും, അക്കോമഡേഷൻ ആണെങ്കിലും, എംബസി ആണെങ്കിലും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഇവിടെ വന്നാൽ നിങ്ങൾ അതിന് മുന്നേ ആയാലും എഴുതി വെച്ചിരിക്കുക. ഇത് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് കോൾ ചെയ്യാം. വല്ലതൊക്കെ ആവശ്യമുണ്ടെങ്കിലോ ഹെൽപ്പ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കോൾ ചെയ്യാം. അവർ നിങ്ങളെ ഇതാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് മെയിനായിട്ടൊന്ന് എഴുതി അല്ലെങ്കിൽ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്. പിന്നെ നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോമൺ മിസ്റ്റേക്സ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡോക്യുമെൻറ്റ്സ് ഫോട്ടോ കോപ്പി ഇല്ല, അതൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്യല്. പാസ്പോർട്ട് പിന്നെ ഇല്ല, ക്യാഷ് ഒന്നും ഇല്ല, ഇതൊക്കെ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കല്. വിൻ്റർ ക്ലോത്ത് ഇല്ല, ലാപ്ടോപ്പ് ഇല്ല, ഇതൊന്നും മറക്കല്ല. ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒന്നും മറക്കല്ല. മനസ്സിലായോ? ഇതൊക്കെയാണ് മിസ്റ്റേക്ക് പലരുടെ. പിന്നെ ജോർജിയയിൽ വരുമ്പോൾ പാക്കിംഗ് മാത്രം ചെയ്യരുത്. ഡോക്യുമെൻറ്റ്സ്, മണി, അക്കോമഡേഷൻ, യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽ, എമർജൻസി പ്ലാന് എന്നിവ എല്ലാം റെഡിയാക്കിയിട്ട് വേണം നിങ്ങളൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് വേണം വരാൻ. ഓരോ പോയിൻ്റായിട്ട് എടുത്താലും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്താണോ ചെയ്യേണ്ടത് അതങ്ങ് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നല്ലതായ ജോർജിയയിലെ സ്റ്റുഡൻറ്റ് ലൈഫ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകും. ഇതൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. നിങ്ങൾക്ക് ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ എഫേർട്ട് എടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോട്ട് ചെയ്ത് എഴുതിയതാണ്.
അപ്പം ഇതൊക്കെ പലർക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ബിക്കോസ് കുറേ ആൾക്കാർക്കൊന്നും ഇതൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാനിത് അവർക്കും കൂടെ വേണ്ടിയാണ് ചെയ്തത്. പലരും കമൻറ്റിലൂടെയും ചോദിക്കാറുണ്ട്, അപ്പം നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും അവർക്കൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് കണ്ടോടൻ റിപ്ലൈ തരുന്നതാണ്. നിങ്ങളതൊന്നും പേടിക്കേണ്ട. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.